ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് അവന്യൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനായിട്ട് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് IRCTC റെയിൽ കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലൊരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് അടുത്തത് വരിക. അതിൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ടുള്ള ലോഗിൻ പ്രസ് ചെയ്യുക. ലോഗിൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സൈൻ ഇൻ പേജാണ് വരുന്നത്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതല്ല പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ യൂസർ എന്നുള്ളത് പ്രസ് ചെയ്യുക. രജിസ്റ്റർ യൂസർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ IRCTC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് വരും. ഫസ്റ്റ് കൊടുക്കാനുള്ളത് യൂസർ നെയിം ആണ്. അത് നമ്മളുടെ പേരും കൂടെ എന്തെങ്കിലും ഒരു നമ്പറും കൂടെ കൊടുത്താൽ മതി. അടുത്തത് ഫുൾ നെയിം ആണ്. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിനിമം 11 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. മാക്സിമം 15 വരെ പോവാം. ഒരു സ്മോൾ ആൽഫബറ്റും ഒരു ക്യാപിറ്റൽ ആൽഫബറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ സീക്വൻസ് ആയിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടോ വരുന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഇമെയിൽ ID കൊടുക്കുക. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID നമ്പറും വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും ഓരോ OTP വരും. ആ OTP ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെരിഫൈ ഇമെയിൽ ആൻഡ് മൊബൈൽ വിത്ത് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂസർ ID ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ ആദ്യം മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഏതാന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സിൽ ഹൗസ് നെയിം അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്പർ കൊടുത്തതിന് ശേഷം പിൻകോഡ്, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ് ഇത്രയും കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യുവർ യൂസർ പ്രൊഫൈൽ ഇസ് കംപ്ലീറ്റ് നൗ എന്ന് പറയുന്ന മെസ്സേജ് വരും. ഇനി ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് IRCTCന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അതുപോലെ ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മളൊരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബയോമെട്രിക് ഒതന്റിക്കേഷനോട് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ലോഗിൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ടോപ്പിൽ കാണുന്ന ട്രെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് ടിക്കറ്റ് എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ട്രെയിൻ സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു പേജാണ് വരുന്നത്. നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തിരുവല്ല വേളാങ്കണ്ണിയാണ് സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പേര് ഫുള്ളായിട്ട് കൊടുത്ത് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താലും മതി. ട്രെയിനിന്റെ സ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ക്ലാസ് സെലക്ട് ചെയ്യാം. ക്ലാസ്സിലെ AC, സ്ലീപ്പർ, ഫസ്റ്റ് ക്ലാസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കോട്ട കൊടുത്തിട്ടുണ്ട്. ജനറൽ, ലേഡീസ്, തത്കാൽ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. അതിലേതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇത്രയും കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെർച്ച് ട്രെയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ട്രെയിനിന്റെ ടൈം, സീറ്റിന്റെ ഡീറ്റെയിൽസ്, ടിക്കറ്റ് ഫീ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ SL 3A2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് സീറ്റിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓരോന്നിന്റെ ടിക്കറ്റ് ഫീ കൊടുത്തിട്ടുണ്ട്. ഫെയർ ബ്രേക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നോക്കാം. സീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് താഴെയായിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുണ്ട്. അത് കൊടുക്കുക. ലോഗിൻ ചെയ്തേക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ആൾക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് കൊടുത്ത് സെലക്ട് പാസഞ്ചർ എന്നുള്ളത് കൊടുക്കുക. ഇനി കൂടുതൽ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ എന്നുള്ളത് കൊടുക്കുക. അതിൽ പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. നെയിം, ഏജ്, ജെൻഡർ, നാഷണാലിറ്റി, ബർത്ത് പ്രിഫറൻസ് ഇത്രയും കൊടുത്തിട്ട് ആഡ് പാസഞ്ചർ എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഓൾറെഡി ഇതിലുണ്ടാവും. ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നത് പേയ്മെന്റ് മോഡാണ്. അത് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രാവൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് yes കൊടുക്കാം. അത് കഴിഞ്ഞ് ക്യാപ്ച കൊടുത്ത് പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏത് മെത്തേഡിൽ കൂടെയാണ് നമ്മൾ ക്യാഷ് പേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ക്യാഷ് പേ ചെയ്യുക. ടിക്കറ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് IRCTC റെയിൽ കണക്ട് എന്ന് പറയുന്ന ആപ്പിൽ കൂടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്നും യൂസ്ഫുൾ ആയെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്